ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമുക്ക് ഇന്ന് കാറ്റഗറി 3 നമുക്ക് സൈക്കോളജിയിലുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് എന്താണ് എല്ലാ സെക്ഷനിലും ചോദിക്കാറുള്ള കുറേ കൺസെപ്റ്റുകളാണ്, റിപ്പീറ്റിംഗ് കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ആ കൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യ രൂപേണ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. In an inclusive classroom, emphasis should be on. ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ നമുക്കറിയാം, ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരും ഒരേപോലെ ഒന്നിച്ച് ഒരേ കുടക്കീഴിൽ എന്താണ് വിദ്യാഭ്യാസം നേടുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പുതിയ നമ്മുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ പെഡഗോജിക്കൽ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫീച്ചർ നമുക്കിതിലിരുന്ന് കണ്ടെത്താം. Performance-oriented goals, undifferentiated instruction, segregation of students based on their social identity, providing opportunities aiming at maximizing potential of individual ചിൽഡ്രൻ. അപ്പോൾ നോക്കിക്കും, നമ്മുടെ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ കുട്ടികൾ എന്താണ് 100ൽ 100 വാങ്ങണം, എന്താണ് ഇപ്പോൾ എഴുതുന്ന പരീക്ഷയിൽ എന്താണ് ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കണം, അങ്ങനെയൊന്നുമല്ല നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും എന്താണ് ഒരുപോലെ അവസരങ്ങൾ കൊടുക്കുക എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിലും. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു അല്ലേ. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് എയിമിങ് അറ്റ് മാക്സിമൈസിങ് പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽ ചിൽഡ്രൻ. ഓരോ കുട്ടിക്കും എന്താണ് കഴിവുള്ളവർ തന്നെയാണ്. അവരുടെ കഴിവിൻ്റെ മേഖല ഏത് എന്ന് കണ്ടെത്തേണ്ടതാണ് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്ത് ചെയ്യണം, അതിനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു അവരുടെ കഴിവുള്ള മേഖലകളിൽ അവർക്ക് എന്താണ് മാക്സിമം പെർഫോം ചെയ്യാനായിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ കൊണ്ടുവരാനായിട്ട്, മാക്സിമം പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ ഈ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ കൊടുക്കേണ്ടത്. അല്ലാതെ കുട്ടികളുടെ ഇടയിൽ എന്താണ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഗോൾസ്, എന്താ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യണം, 100ൽ 90 മാർക്കെങ്കിലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടി ഇല്ല. അൺഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ഈ ഓപ്ഷൻ തെറ്റിപ്പോകരുത്. പകരം എങ്ങനെയാണ് വന്നതെങ്കിൽ അൺമാറിയിട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമാണല്ലേ. അപ്പോൾ അവിടെ എന്തിനാണ് പ്രാധാന്യം, ഡിഫറൻഷിയേറ്റഡ്. കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ സ്പീഡിൽ മാക്സ് ചെയ്യുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് നമ്മൾ കൂടെ പോരുന്ന ഇങ്ങനെ സ്കഫോൾഡിങ് കൊടുക്കേണ്ട കാര്യമില്ല, ആ കുട്ടി തന്നെ ചെയ്തോളും. എന്നാൽ ഡിസ്കാൽക്കുലിയ ഉള്ള ഒരു കുട്ടി, ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടുള്ള ഡിസ്കാൽക്കുലിയ ഉള്ള കുട്ടി, ആ കുട്ടിക്ക് വളരെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ടീച്ചർ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ വേറെ രീതിയിലാണ് അല്ലേ. അപ്പോൾ മാക്സിമം സ്കഫോൾഡിങ് കൊടുത്ത് പതിയെ ആ കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ എന്താണ് ക്ലാസ് റൂമിൽ നമ്മൾ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുക്കേണ്ടി വരും. അൺഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും ഒരുപോലെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അടുത്ത ചോദ്യം. In order to address the need of students who are facing learning difficulties, a teacher should not. അപ്പോൾ നോക്കിക്കേ, നമുക്കറിയാം ലേണിംഗ് ഡിസബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ടീച്ചർ ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോൾ ചില സമയത്ത് എന്താണ്, ഈ നോട്ട് കണ്ടില്ലെങ്കിൽ അറിയാതെ എന്ത് ചെയ്യും, ഷുഡിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തും. ചില സമയത്ത് ഇതുപോലെ നോട്ടൊക്കെ ക്യാപിറ്റലിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണും, ബോൾഡ് ലെറ്ററിലോ ക്യാപിറ്റലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണും. ഇല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഉത്തരം മാർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അയ്യോ തെറ്റിപ്പോയെന്ന് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ചോദ്യം 1-2 വട്ടം വായിച്ച ശേഷം മാത്രം എന്ത് ചെയ്യാം, ഉത്തരം കണ്ടെത്തുക, മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നോക്കി ഒന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ. Use multiple audiovisual aids, use constructive pedagogical approaches, do individualized educational planning, practice restructures for pedagogy and assessment. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ്, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, പ്രാക്ടീസ് റീഡിങ് സ്ട്രക്ചർ ഫോർ പെഡഗോജി ആൻഡ് അസസ്മെൻറ്റ്. നമ്മളെപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പഠന വൈകല്യമുള്ള കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്യും. ഡിസ്കാൽക്കുലേഷൻ ഉള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടിക്ക് സമയം എടുക്കും കണക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ റിജിഡായിട്ട് പറ്റത്തില്ല. 5 മിനിറ്റ് തരും, 5 മിനിറ്റിനകം എല്ലാ കുട്ടികളും ഉത്തരം കണ്ടെത്തണമെന്ന് റിജിഡായിട്ട് പറയാൻ പാടുണ്ടോ, ഇല്ല. അതേപോലെ അസസ്മെൻറ്റും ഇപ്പോൾ എന്താണ്, ഒരു ഭയങ്കരമായിട്ട് IQ ലെവലുള്ള ഒരു കുട്ടിയും അതോടൊപ്പം ഈ പറഞ്ഞ ഡിസ്കാൽക്കുലി ഉള്ള ഒരു കുട്ടിയെ നമ്മൾ ഒരേ തട്ടിൽ വെച്ച് അളക്കാനായിട്ട്, അസസ് ചെയ്യാനായിട്ട് റിജിഡായിട്ട് വെച്ച് അളക്കാൻ പാടുണ്ടോ. ഈ പറയുന്ന ഡിസ്കാൽക്കുലി ഉള്ള കുട്ടി ഒരു ചെറിയ കണക്ക് ശരിയാക്കിയാൽ പോലും അത് വളരെയധികം എന്താണ്, അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യാൻ, ഫ്ലെക്സിബിളായിട്ട് പെരുമാറാനായിട്ടും. മൾട്ടിപ്പിൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ്, കുട്ടിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും ഓർത്ത് വെക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. കൺസ്ട്രക്റ്റീവ് പെഡഗോജിക്കൽ അപ്രോച്ചസ്, നമുക്ക് എന്താണ് കൺസ്ട്രക്റ്റീവായിട്ടുള്ള നോളജ് കൺസ്ട്രക്ഷനുള്ള ഒരു പെഡഗോജിക്കൽ അപ്രോച്ച് ഉപയോഗിക്കാം.
ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻഷ്യേറ്റഡ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. ചിലപ്പോൾ പരീക്ഷ പേപ്പറിൽ എന്താണ് IEP എന്നാണ് കാണുന്നത്. IEP എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആണ്. അടുത്ത ചോദ്യം, അസസ്മെൻറ്റ് ഓഫ് ലേണേഴ്സ് അച്ചീവ്മെൻറ്റ് ഹെൽപ്പ് ദ ടീച്ചേഴ്സ് ടു. അസസ്മെൻറ്റ് ഓഫ് ലേണേഴ്സ് ആ ഒരു സംഗതി, ആ ഒരു അച്ചീവ്മെൻറ്റ് ടീച്ചറിനെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? Maintain the performance record of learners, evaluate the effectiveness of pedagogy, make ability to grouping of learners in the classroom, prepare activity log for teaching. അപ്പോൾ എന്താണ് അസസ്മെൻറ്റ് ഓഫ് ലേണേഴ്സ്? നമ്മൾ കുട്ടികളെ അസസ് ചെയ്യുന്നത് ടീച്ചറിനെ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും എന്താണ് ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് പെഡഗോജി. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്താണ്? നമ്മൾ പഠിപ്പിച്ചത് ഇപ്പോൾ എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഏരിയ പഠിപ്പിക്കുന്നു, നമ്മൾ ആ ഒരു ഏരിയ ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷ നടത്തുമ്പോൾ എല്ലാ കുട്ടികളും വലിയ തിരക്കേടില്ലാതെ പെർഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തുറപ്പിക്കാം? നമ്മുടെ പെഡഗോജി, നമ്മൾ പഠിപ്പിച്ച രീതി ഇഫക്റ്റീവാണ്. എന്നാൽ എല്ലാ കുട്ടികളും ഒരു ബിലോ ആവറേജ് സ്റ്റാൻഡേർഡ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലായിക്കോണം അത് കുട്ടിയുടെ കുഴപ്പമല്ല, ടീച്ചറിൻ്റെ കയ്യിലെ കുഴപ്പമാണ്. നമുക്ക് മാറേണ്ട സമയമായി കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പഠിപ്പിക്കുന്ന രീതി ഇവിടെ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചറിനെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്ന കുട്ടിയെല്ലാം. കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റ് നടത്തുമ്പോൾ ടീച്ചറിനെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ടീച്ചർ ഉപയോഗിച്ച ആ ഒരു ടീച്ചിങ് അപ്രോച്ച് ശരിയാണോ, അതിലെന്തെങ്കിലും ഇഫക്റ്റീവാണോ, എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താം. അടുത്ത ചോദ്യം, ഫോളോയിങ് ആർ സം ടെക്നിക്സ് ടു മാനേജ് ആൻസൈറ്റി ഡ്യൂ ടു ആൻ അപ്രോച്ചിങ് എക്സാമിനേഷൻ എക്സെപ്റ്റ്. അപ്പോൾ എന്താണ് പരീക്ഷ പരീക്ഷ അടുത്ത് ഇരിക്കുന്ന ഈ ഒരു സമയത്ത് എന്താണ് കുട്ടികളിൽ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ട ആൻസൈറ്റി ഫിയറും ഒക്കെ ഉണ്ടാകും. അപ്പം നമുക്കെന്താണ് ഇപ്പോൾ ഇതിലൊരു കാര്യം മാത്രം എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നതിൽ ഒന്നൊഴികെ. അപ്പോൾ ഒന്നൊഴികെ എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തണം. ഫെമിലറൈസിങ് വിത്ത് ദ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, തിങ്കിങ് ടു മച്ച് അബൌട്ട് ദ റിസൾട്ട്, സീക്കിംഗ് സപ്പോർട്ട്, എംഫസൈസിങ് സ്ട്രെങ്ത്. അപ്പം നോക്കിക്കുകയും ആൻസൈറ്റിയെ മാനേജ് ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഉത്കണ്ഠ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിനെ അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ചെറിയ രീതിയിലുള്ള ആൻസൈറ്റിയും ഫിയറും ഒക്കെ വേണം. നമുക്ക് ഒരു പേടിയില്ല, ഒരു ഉത്കണ്ഠയില്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, പഠിക്കില്ല, നന്നായിട്ട് പെർഫോം ചെയ്യില്ല. പക്ഷേ പരീക്ഷയുടെ സമയത്ത് ചെറിയൊരു പേടി അതുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആൻസൈറ്റി മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. പിന്നെന്താണ് സീക്കിംഗ് സപ്പോർട്ട്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട്. ആരുടെ സപ്പോർട്ടാണ്? മോർ നോളജബിൾ അതേഴ്സ്. നമ്മൾ പഠിച്ചതാണ് ആരുടെ തിയറിയാണ്? വൈഗോട്സ്കിയുടെ തിയറിയാണ്. നമ്മളെ സ്കഫോൾഡ് ചെയ്യാൻ പറ്റുന്നവരുടെ സപ്പോർട്ട് നമുക്ക് തേടാം. പിന്നെന്താണ് എംഫസൈസിങ് സ്ട്രെങ്ത്. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ സ്ട്രെങ്ത് ഉള്ള ഏരിയാസും. അവിടെ എന്ത് ചെയ്യാം? കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കാം. ഉദാഹരണത്തിന് കേട്ടിട്ട് പഠിക്കുവാണ് സൈക്കോളജി, എനിക്ക് എന്താണ് അത്യാവശ്യം സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ സൈക്കോളജി 30 എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 25-നും 28-നും ഇടയ്ക്ക് മാർക്ക് വാങ്ങും. ആ ഒരു എംഫസിസ് കൊടുത്ത് നിൽക്കുന്നതൊക്കെ ഓക്കെയാണ്. എന്നാൽ തിങ്കിങ് ടു മച്ച് അബൌട്ട് ദ റിസൾട്ട്, ദൈവമേ ഇത്തവണയെങ്ങാനും പൊട്ടിപ്പോവോ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് അത് അവിടെ ആൻസൈറ്റി ലെവൽ കൂടുകയും നമ്മുടെ പെർഫോമൻസ് ലെവൽ കുറയുകയും ചെയ്യും. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. All the following facts indicate that a child is emotionally and socially fit in a class except. അപ്പോൾ എന്താണ് കുട്ടി ക്ലാസ്സിൽ ഇമോഷണൽ സൈഡ് നോക്കിയാലും അതോടൊപ്പം തന്നെ എന്താണ് സോഷ്യൽ സൈഡ് നോക്കിയാലും വൈകാരികപരമായിട്ട് നോക്കിയാലും സാമൂഹ്യപരമായിട്ട് നോക്കിയാലും ഫിറ്റ് ആണ് എന്ന് പറയാൻ കഴിയുന്ന 3 സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഒന്നെന്താണ് ആ കൂട്ടത്തിൽ ഫിറ്റ് ആകില്ല. അപ്പോൾ അതേതെന്ന് കണ്ടെത്താനായിട്ടാണ് ചോദ്യം. ഡെവലപ്പ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ പിയേഴ്സ്, കോൺസെൻട്രേറ്റ് ഓൺ ആൻഡ് പെർസിസ്റ്റ് ചലഞ്ചിങ് ടാസ്ക്, മാനേജബിൾ ബോത്ത് ആങ്കർ ആൻഡ് ജോയ് ഇഫക്റ്റീവ്ലി, കോൺസെൻട്രേറ്റ് പെർസിസ്റ്റൻ്റ്ലി ഓൺ കോമ്പറ്റീഷൻ വിത്ത് പിയേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 എണ്ണം ഒന്ന് നോക്കിക്കുകയും ബാക്കി പിയേഴ്സും ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്കറിയാമല്ലോ. കോപ്പറേറ്റീവ് ലേണിംഗ്, കൊലാബറേറ്റീവ് ലേണിംഗ് ഒക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എന്ത് ചെയ്യണം? സഹകരണം വളരെ അത്യാവശ്യമാണ്, അത് വേണ്ട കാര്യം തന്നെയാണ്. കോൺസെൻട്രേറ്റ് ആൻഡ് പെർസിസ്റ്റ് വിത്ത് ചലഞ്ചിങ് ടാസ്ക്. അപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പം എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് കടന്നു പോയിട്ട് കാര്യമില്ല. കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ കിട്ടുമ്പോഴത്തേക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിൽ പെർസിസ്റ്റ് ചെയ്ത് നിന്ന് പോകാനും. അപ്പോൾ എന്താണ് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക് വരുന്നു, ഒരു ബുദ്ധിമുട്ടുള്ള പ്രോജക്റ്റ് വരുന്നു, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകാതെ എന്ത് ചെയ്യാം? ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് ചെയ്യുക? നല്ലൊരു മനോഭാവത്തോടു കൂടി അത് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മാനേജ് ബോത്ത് ആങ്കർ ആൻഡ് ജോയ് ഇഫക്റ്റീവ്ലി. ഇപ്പം നമുക്ക് ദേഷ്യം വരും, സ്വാഭാവികമാണ്, മനുഷ്യരാണ്, ദേഷ്യം വരും, സന്തോഷം വരും. പക്ഷേ ഇതൊക്കെ നമ്മൾ ലിമിറ്റ് വിട്ട് പോകാതെ നോക്കി ഇത് 3ഉം ശരിയാണ്. എന്നാൽ കോൺസെൻട്രേറ്റ് പെർസിസ്റ്റൻ്റ്ലി ഓൺ കോമ്പറ്റീഷൻ വിത്ത് പിയേഴ്സ്. ഒരൊറ്റ കാര്യം മാത്രം എന്താണ്? കോമ്പറ്റീഷൻ വേണം. അതെങ്ങനെയായിരിക്കണം? ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം, ആരോഗ്യപരമായിട്ടുള്ള കോമ്പറ്റീഷൻ വേണം. എന്നാൽ എന്താണ്? കോമ്പറ്റീഷൻ മാത്രം എങ്ങനെയെങ്കിലും അവനെ പൊട്ടിക്കണം അല്ലെങ്കിൽ അവളെ
പൊട്ടിക്കണം, അവളെ കൈ കൂടുതൽ മാർക്ക് എനിക്ക് നേടണം. അതൊരു എപ്പോഴും എന്താണ്, അല്ലാതെ എനിക്ക് ഡെവലപ്മെൻറ്റ് വേണമെന്ന് ചിന്തിക്കാതെ അയാളെ എങ്ങനെയെങ്കിലും എന്താണ് എൻ്റെ പിന്നിലാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരിക്കലും എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമോഷണലി ആൻഡ് സോഷ്യലി ഫിറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ലക്ഷണമല്ല. അപ്പോൾ ജസ്റ്റ് എന്താണ് നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി ചോദ്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.